ഹലോ, അഞ്ജലീസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഗെറ്റ് ടുഗദർ വീഡിയോ ആണ്. 13 വർഷത്തിന് ശേഷം ഞങ്ങൾ +1 +2 വിദ്യാർത്ഥികൾ ഒത്തുകൂടാണ്. കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയത്തിൽ വെച്ചാണ് ഞങ്ങളൊന്ന് കൂടുന്നത്. 13 വർഷം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു നീണ്ട കാലയളവ് തന്നെയാണ് അല്ലേ. ഇതിനിടയ്ക്ക് കുറേ പേരെ കല്യാണം കഴിഞ്ഞു, പിന്നെ 2-3 പിള്ളേരായവരുണ്ട്. എനിക്ക് തോന്നുന്നില്ല, ഒരു 6 വർഷം മുന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ ഈ മക്കളെയൊക്കെ വെച്ചിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ഇപ്പം എല്ലാത്തിനും ഒത്തൊരു സമയമായി, എല്ലാവരും കൂടെ കൂടി ഇത്രയും പേര് കൂടാൻ പറ്റി. പിന്നെ ഞങ്ങളത് കൊറോണ കല്യാണം ആയതുകൊണ്ട് ഞാനും ഉണ്ണേട്ടനും ഒരേ ക്ലാസ് പഠിച്ചുകൊണ്ട് തന്നെ ഒന്നും കൂടെ കളറാക്കാമെന്ന് വിചാരിച്ചു, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സും കൂടെ ഉണ്ടാകുമ്പോൾ. പക്ഷേ പറ്റിയില്ല, കൊറോണ ചതിച്ചു. പാർക്കുള്ളതുകൊണ്ട് മക്കളൊക്കെ അതുവഴി പോയി. ഇനി നമുക്ക് നല്ല മൊമെൻറ്റ്സ് കുറച്ച് കാണാം. എത്ര വർഷം കഴിഞ്ഞ കാണുന്ന പറ? 13 വർഷത്തോളം ഞങ്ങൾ കാണാണ്ടായിട്ട് ഇപ്പൊ പൊക്കി വന്നു. ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാലും ഇങ്ങനൊരു ഡേറ്റിലേക്ക് എത്തിയത് ഒരു 2 മാസത്തിനുള്ളിലാണ് കേട്ടോ. എല്ലാ സക്സസിൻ്റെ പിന്നിലും ഒരാളുണ്ടാവുമെന്ന് പറയില്ലേ, അതുപോലെ ഒരാളാണ് അശ്വിൻ. അശ്വിനാണ് ഈ പഴശ്ശിരാജ മ്യൂസിയം വന്ന് കണ്ടതും പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും മുന്നിൽ നിന്നത് അശ്വിൻ തന്നെയാണ്. അതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരാളാണ് സബ്രീന. എല്ലാവരെയും വിളിക്കുകയും വരുന്നവരെയൊക്കെ ലിസ്റ്റ് ഇടുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് സബ്രീനയാണ്. ഇവർ 2 പേരുടെയും എഫേർട്ട് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഒത്തുചേർന്നത്. കൂട്ടത്തിൽ ഓരോരുത്തരുടേതായ പങ്ക് വേറെയും ഉണ്ട് കേട്ടോ. അശ്വിൻ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളാണ്, ബ്ലൂ ചുരിദാർ സബ്രീന. എത്ര പേര് ഇനി വരാണ്ട്? അപ്പോൾ ഇന്നത്തേക്കുള്ള കേക്ക് ഉണ്ടാക്കിയത് സബിതയാണ്. സബിത ഒരു വെജ് കേക്കും ഒരു നോൺ വെജ് കേക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെജ് കേക്ക് ഈ ഓറഞ്ച് ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ സബിത. അപ്പോൾ വെജ് കേക്ക് അനൂപിൻ്റെ, ഞങ്ങളെ ക്ലാസ്മേറ്റ് തന്നെ, അനൂപ് പുറത്താണ്, അപ്പോൾ വരാൻ പറ്റിയില്ല. മോളെ ബർത്ത്ഡേൻ്റെ കേക്ക് അനൂപാണ് സ്പോൺസർ ചെയ്തത് കേട്ടോ. അടിപൊളി കേക്കായിരുന്നു രണ്ടും. എന്താ റജിന സാർക്ക് പറയാനുള്ളത് ഗെറ്റ് ടുഗദറിനെ പറ്റി? അടിപൊളിയല്ലേ, ഇനിയും കൂടണം. അതന്നെ പാടിക്കാം. അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 13 വർഷത്തെ ഞങ്ങളെ ഓരോരുത്തരെ അനുഭവം ഷെയർ ചെയ്യുക. പിന്നെ പാട്ട്, ഡാൻസ് ഇല്ല, അങ്ങനെ ചെറിയ ചെറിയ പരിപാടി. പിന്നെ ഞാനും ഉണ്ണേട്ടൻ എങ്ങനെ മാരേജ് ചെയ്തു എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അതും ഞങ്ങൾ ഷെയർ ചെയ്തു കേട്ടോ. എന്താ പറയുക, മാരേജിൻ്റെ ഒരു 6 മാസം മുന്നെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. പക്ഷേ ഇവരെ വിചാരം ഇത്രയും വർഷത്തെ ലവ് ആണ് എന്നൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പിരിയാനുള്ള സമയം അടുക്കുകയാണ്. ഇനിയും ഓരോ വർഷവും എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഉണ്ടാവും എന്നൊരു നിബന്ധനയോടെ ഒരുപാട് നല്ല ഓർമ്മകളായിട്ട് ഞങ്ങൾ ഇന്ന് വിട വാങ്ങുകയാണ്.
കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയില്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി ഇന്നും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചു വിതുമ്പുന്നു.